ഹലോ, ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ദുൽഖർ മലയാളത്തിൽ വന്നിട്ട് ഒരു വർഷമാവുകയാണ്. എല്ലാവരും ചോദിക്കുന്നത് ദുൽഖറിൻ്റെ ഒരു മലയാള സിനിമ എന്നിറങ്ങുമെന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നത് 4ഓളം സിനിമകളാണ് ദുൽഖറിൻ്റെതായി ഇപ്പോൾ ക്യൂവിൽ നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം ദുൽഖറിൻ്റെ പിറന്നാൾ ദിനത്തിൽ ഒരുപാട് സിനിമകളുടെ അനൗൺസ്മെൻറ്റ് കേട്ടു. ഓതിരം കടകം പോലെയുള്ള സിനിമകൾ, പിന്നീട് ആ സിനിമകൾ നടക്കുന്നില്ല എന്ന് കണ്ടു. എന്തായാലും ഇക്കുറി വന്നിരിക്കുന്നത് RDX സംവിധായകൻ്റെ സിനിമയിലാണ്. അതിനകത്തിൽ ദുൽഖർ ഉണ്ടാകുമെന്നുള്ള, അതായത് ഈ വർഷം തന്നെ അവസാനത്തോടെയാണ് ഉണ്ടാകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്തതായി ദുൽഖറിൻ്റെ റീസെൻ്റായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ നമുക്കറിയാം, ലക്കി ഭാസ്കറാണ്. തെലുങ്ക് സിനിമ, മൾട്ടി ലാംഗ്വേജിൽ വരുന്നു, 5ഓളം ഭാഷകളിൽ വരുന്ന സിനിമയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും RDX സംവിധായകനുമൊത്ത് അതേ മോഡലിലുള്ള അതേ ഒരു തട്ടുപൊളിപ്പൻ സിനിമ തന്നെ ആയിരിക്കും, ആക്ഷന് പ്രാധാന്യമുള്ള സിനിമയായിരിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വർഷം ഡിസംബറോടെ ആയിരിക്കും സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ റിപ്പോർട്ടുകൾ. അതുകൂടാതെ അമൽ നീരദുമായിട്ടുള്ള പ്രൊജക്റ്റാണ് ഇതിന് പിന്നാലെ എത്തുന്നത് എന്നുള്ളതാണ്. നേരത്തെ നമുക്ക് റൂമറുകളും ഒപ്പം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ കിട്ടിയിരുന്നു. വേറെ ഒന്നുമല്ല, ദുൽഖർ അമൽ നീരദും ഒന്നിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്തായാലും രണ്ടാമത്തെ സിനിമ അതാണ് എന്നുള്ളതാണ്. മൂന്നാമത് ഗിരീഷ് ഏടിയും ഒന്നിച്ചിട്ടുള്ള സിനിമയാണ്. സമീപകാലത്ത് വമ്പൻ ഹിറ്റുകൾ അടിച്ച ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. പ്രേമലു പോലെയുള്ള സിനിമകൾ വന്നപ്പോൾ നമ്മൾ കൊതിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സിനിമകൾ എന്നുള്ളത്. എന്തായാലും ഗിരീഷ് ഏടിയുടെ കൂടെയാണ് ദുൽഖറിൻ്റെ മൂന്നാമത്തെ സിനിമയായി കേൾക്കുന്ന ഒരു കാര്യം. അതുകൂടാതെ അൻവർ റഷീദിൻ്റെ കൂടെയും ഒരു സിനിമ ആണ് ഈ ദുൽഖറിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഉദ്ദേശിക്കുന്ന സിനിമകളായിട്ട് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ. ഇതിനോടകം തന്നെ തമിഴ്, തെലുങ്ക്, കന്നഡ മൂവീസിലൊക്കെ തന്നെ ദുൽഖറിൻ്റെ സിനിമകളുടെ കാര്യങ്ങൾ നമ്മൾ കേട്ടിരുന്നു. കിങ് ഓഫ് കൊത്തയുടെ പരാജയത്തിന് ശേഷം ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് ഓരോ മലയാളിയും ദുൽഖറിൽ പ്രതീക്ഷിക്കുന്നത്. എന്താണേലും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേ മീഡിയാസ്.